ചെറിയ വാഹനങ്ങളിലും കടന്നു പോകാവുന്ന തരത്തിലേക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പകലായതിനു ശേഷമേ വലിയ രീതിയിൽ മണ്ണ് നീക്കിയും പാറകൾ പൊട്ടിച്ചുമൊക്കെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. കമൽ, ഇപ്പോൾ നേരത്തെ MLA സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം കൃത്യമായ സുരക്ഷാ ഓഡിറ്റ് ഒന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായത് എന്നുള്ളത്. ആ സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. പക്ഷേ അതിന്റെ ഇനിയൊരു സൂചന, ഈ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അവിടെ ഒരു സുരക്ഷാ ഓഡിറ്റ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതില്ലേ? എങ്ങനെയായിരിക്കും പരിശോധന ഉണ്ടാവുക? അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ? വഴി കൊല്ലകലിലേക്ക് പോകുന്ന ദേശീയപാത 766 ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ദേശീയപാത അധികൃതരാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താറുള്ളത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ NH വിഭാഗമാണ്. പക്ഷേ എന്തായാലും ദേശീയപാത അധികൃതരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്തായാലും ഇനിയെങ്കിലും അത്തരം നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. കാരണം MLA നേരത്തെ തന്നെ ദേശീയപാത അവലോകന യോഗത്തിലടക്കം ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഈ വൺ വേ ആയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. റോഡിന്റെ ഒരു ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞു. പക്ഷേ കൂടുതൽ ആ ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് നിന്നൊക്കെ പാറക്കല്ലുകൾ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ സുരക്ഷിതമാക്കിയ ശേഷമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതർ നടത്തുന്നത്. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. കളക്ടറുണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് വൺ വേ ആയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇവിടെ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റായി പറയാനുള്ളത്. തീർച്ചയായും താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപമാണ് റോഡിലേക്ക് പാറയും മരവും മണ്ണും ഇടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ഇപ്പോൾ അവിടെ അവ നീക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഗുരുതരമായ ഒരു ആരോപണം ടി സിദ്ദിഖ് MLA ഉന്നയിക്കുന്നത്. കൃത്യമായ സുരക്ഷാ ഓഡിറ്റ് നടക്കുന്നില്ല. ദേശീയപാതയുടെ ഭാഗമാണ് ആ വഴിയിലെ റോഡ്. പക്ഷേ അവിടെ സുരക്ഷാ ഓഡിറ്റ് കൃത്യമായി നടന്നിട്ടില്ല. പലതവണ ഈ വിഷയം ഉന്നയിച്ചതാണ്. എന്നിട്ടും ഇത്തരമൊരു അപകടമുണ്ടായി. ഇതൊരു സൂചനയായി തന്നെ നമ്മൾ കാണണം. ഇനിയൊരു അപകടത്തിലേക്കുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ മണ്ണും ചെളിയും ഒക്കെ നീക്കി റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു വശത്തുകൂടിയെങ്കിലും വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമമാണ് അവിടെ പുരോഗമിക്കുന്നത്. കമൽ, ഇപ്പോൾ പാറയും മരങ്ങളും ഒക്കെയാണ് ഇടിഞ്ഞു വന്നതിന്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടോ? രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ? എങ്ങനെയാണ്? മഴയുണ്ടോ? നിലവിൽ മഴ പെയ്യുന്നില്ല. ഇന്ന് വൈകിട്ട് ഈ സംഭവം നടക്കുമ്പോഴും അത്ര ശക്തമായ ഒരു മഴ പെയ്യുന്നില്ല. കാരണം ഒരു 4 മണിക്ക് ശേഷം വയനാട്ടിൽ പൊതുവെ ഇന്ന് മഴയുണ്ടായിരുന്നു. പക്ഷേ അതിശക്തമായ മഴയൊന്നും എവിടെയും പെയ്തിട്ടില്ല. നമ്മളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് കൂടിയുണ്ട്. ഇത് ഇങ്ങനെ ഒരു മഴ ഇല്ലാത്ത സമയത്താണ് ഇടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ട് പ്രശ്നമാണ് നമുക്ക് ആദ്യം പ്രാഥമികമായി തോന്നുന്നത്. ഒന്ന്, മുന്നേ പെയ്ത മഴയുടെ സാച്ചുറേഷൻ ലെവല് എക്സീഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചുരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 3000 മില്ലിമീറ്റർ മഴയുടെ മേലെ മഴ ഇത്രയും കാലത്തിനിടയിൽ പെയ്തിട്ടുണ്ട് ഈ ഒരു മൺസൂണ്. അപ്പോൾ സാച്ചുറേഷൻ ലെവൽ ഹൈ ആണ്. പ്ലസ് ഒരു നീർച്ചാൽ ബ്ലോക്ക് ആയാൻ ഒരു സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. ഇവിടെ ഒരു നീർച്ചാലുണ്ട് ഇതിൻ്റെ ഈ ഇൻസിഡൻറ്റ് നടന്നിടത്ത്. അതെന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആവുകയും അത് താഴേക്ക് പോവുകയും മണ്ണെടുത്ത് പോവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു സാധ്യതയായിട്ട് നമുക്കുള്ളത്. പൊതുവേ നമ്മൾ ഈ ഭാഗത്തൊന്നും അത്ര ഒരു സുരക്ഷാ പ്രശ്നമുള്ളൊരു ഏരിയ ആയിട്ട് നമ്മൾ കാണാറില്ല സാധാരണ. ഇല്ല, വളരെ ശക്തമായ റോക്കാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. പക്ഷേ ഈ നീർച്ചാലായതുകൊണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് രാവിലെയോടുകൂടി കൃത്യമായ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആളുകൾ ഒരു പ്രാഥമികമായിട്ട് ഇവിടെ നോക്കുന്നുണ്ടോ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. അത്തരത്തിൽ പ്രാഥമികമായ കാര്യങ്ങളെ ഈ രാത്രി നോക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഗതാഗതം താൽക്കാലികമായെങ്കിലും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങളും ട്രാക്ടറുകളും ഒക്കെ ഉപയോഗിച്ച് റോഡ് ക്ലിയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കബരിപ്പ് എത്രത്തോളമായി ഇവിടുത്തെ ഈ മണ്ണും മരങ്ങളും നീക്കൽ? ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണോ ഇപ്പോൾ അവിടെ നീക്കി കഴിഞ്ഞിരിക്കുന്നത്? വൺ വേ ആയി ഗതാഗതം പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആയി കഴിഞ്ഞാൽ തന്നെ ഈ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ, വയനാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കടത്തിവിടാനാകും.
മറ്റ് കാര്യങ്ങൾ അതിനുശേഷമേ മറ്റ് കാര്യങ്ങൾ നാളെ പകലോടുകൂടിയേ ഈ വലിയ പാറ പൊട്ടിച്ചു നീക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. താൽക്കാലികമായി റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക, താഴെ 1-ാം വളവ് മുതൽ ഈ 9-ാം വളവിന് മുകളിൽ വരെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ വയനാട് ഭാഗത്തേക്ക് കടത്തിവിടുക എന്നതാണ് പ്രാഥമികമായ കാര്യം. അതിനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു തുടങ്ങുന്നു. റോഡിന്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്.